രാവിലെ 4 മണിക്ക് ഡൽഹിയിൽ നിന്നും ഹരിദ്വാറിലേക്കുള്ള കോട്ട ദെറാദൂൺ എക്സ്പ്രസിൽ ഹരിദ്വാറിലെത്തിയിരിക്കുകയാണ് ഞങ്ങൾ. ഹരിദ്വാറിൽ നിന്നും ഏഷ്യയിലെ ഏറ്റവും ഉയരമുള്ള സ്കീയിങ് ലൊക്കേഷനായ ഓലി എന്ന ഉത്തരാഖണ്ഡ് ഗ്രാമത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നിങ്ങൾക്കെല്ലാവർക്കും ബെൻസൺസ് ട്രാവൽസ് എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. താരതമ്യേന വലിയൊരു സ്റ്റേഷനാണ് ഹരിദ്വാർ. രാവിലെ 4 മണി ആയിട്ടേ ഉള്ളൂവെങ്കിലും യാത്രക്കാർ വന്നും പോയിക്കൊണ്ടുമിരിക്കുന്നു. പ്ലാറ്റ്ഫോമിൽ എല്ലായിടത്തും സ്ഥലം കിട്ടുന്നിടത്തൊക്കെ യാത്രക്കാർ കിടന്നുറങ്ങുന്നുണ്ട്. ഹൈന്ദവ വിശ്വാസത്തിലെ ഏറ്റവും പുണ്യമായ സ്ഥലങ്ങളിലൊന്നാണല്ലോ ഹരിദ്വാർ. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുമുള്ള തീർത്ഥാടകർ ഇവിടെ എപ്പോഴും കാണും. ഞങ്ങൾ സ്റ്റേഷൻ വിട്ട് പുറത്തിറങ്ങി. സ്റ്റേഷന്റെ പുറത്തും 100 കണക്കിന് ആൾക്കാർ കൂടി നിൽപ്പുണ്ട്. അവരൊക്കെയും ഇനിയും വരാനുള്ള ട്രെയിനിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരായിരിക്കും. ഹരിദ്വാർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏതാണ്ട് 1/2 കിലോമീറ്റർ കുറഞ്ഞ ദൂരമേ ഉള്ളൂ ബസ് സ്റ്റാൻഡിലേക്ക്. ഹരിദ്വാർ ബസ് സ്റ്റാൻഡിൽ നിന്നും അതിരാവിലെ പുറപ്പെടുന്ന ഒരേയൊരു ബസ്സിൽ കയറി വേണം ഞങ്ങൾക്ക് ഓലിയിലെത്താൻ. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ്. കണ്ടല്ലേ, 4 മണി ആയ സമയം ആയതേ ഉള്ളൂ. പക്ഷേ പൂരിയും സബ്ജിയും ഒക്കെ റെഡിയാണ്. ബസ് സ്റ്റാൻഡ് നോർത്ത് ഇന്ത്യയിലെ പല നഗരങ്ങളിലേക്കും ഹരിദ്വാറിൽ നിന്നും ബസ്സുകളുണ്ട്. ഇതിന് കാരണം ധാരാളം തീർത്ഥാടകരാണ് നോർത്ത് ഇന്ത്യയിൽ നിന്നും ഹരിദ്വാറിലും ഋഷികേശിലും പോകാൻ വേണ്ടി എത്തുന്നത്. ഹരിദ്വാറിൽ നിന്നും ഓലിയിലേക്ക് പോകുന്ന ബസ്സിന്റെ സമയം ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എത്രയും വേഗം ബസ് സ്റ്റാൻഡിലെത്താൻ ഞങ്ങൾ തീരുമാനിച്ചു. ബസ് സ്റ്റാൻഡിൽ പല അന്തർ സംസ്ഥാന ബസ്സുകളും അതുപോലെ ഉത്തരാഖണ്ഡ് ഡിസ്ട്രിക്റ്റിലെ പല ഭാഗത്തോട്ടും പോകുന്ന ബസ്സുകളും നിരനിരയായി കിടപ്പുണ്ട്. ഏതാണ്ട് 25-30 പേർക്ക് യാത്ര ചെയ്യാവുന്ന ചെറിയ ബസ്സുകളാണ് ഉത്തരാഖണ്ഡിന്റെ ഉൾഗ്രാമങ്ങളിലേക്ക് പോകുന്നത്. ഇതിന് കാരണം ഹിമാലയത്തിലെ ചെറിയ റോഡുകളാണ്. ഓലിയിലേക്കുള്ള ബസ് സ്റ്റാൻഡിൽ ഇല്ലായിരുന്നതുകൊണ്ട് നേരെ എൻക്വയറിയിൽ ചെന്നിട്ട് ബസിന്റെ സമയം അറിയാമെന്ന് വിചാരിച്ചു. सर ओली का बस ओली का बस 5:30 बजे 1 नंबर पे 1 नंबर अभी आया नहीं होगा ना सर? 5 बजे खुल जाएगी. 5 बजे. താങ്ക് യു. രാവിലെ 5:30 ഓലിയിലേക്കുള്ള ബസ് പുറപ്പെടുന്നതെന്ന് എൻക്വയറിയിൽ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനിയും ഇഷ്ടം പോലെ സമയമുണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 1 ഓലിയിലേക്കുള്ള ബസ് കാത്തുകിടപ്പുണ്ട്. അതിന്റെ ഡോറുകൾ ഇപ്പോഴും തുറന്നിട്ടില്ല. അതുകൊണ്ട് പുറത്തു പോയി ഒരു ചായ കുടിച്ചിട്ട് തിരിച്ചു വരാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. रात में बंद नहीं करता, जो रात में बंद कर लेता है सोता रहता है. सोता कौन है? तो आप कब सोएंगे? दिन में बंद है. अच्छा 9 बजे के बाद. अच्छा बस सुबह सुबह होता है ना. ചായക്കടക്കാരനും അയാളുടെ സുഹൃത്തായ സ്ത്രീയും അടുത്ത് നിൽപ്പുണ്ട്. അവർക്കും ചായ വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അവർക്ക് വേണ്ടി ഒരു ചായ ഓർഡർ ചെയ്തു. ഈ കട രാത്രിയിൽ മാത്രം പ്രവർത്തിക്കുന്നതാണ്. പകൽ ഇവിടുന്ന് അന്തർ സംസ്ഥാന ബസ്സുകൾ തീരെ കുറവായതുകൊണ്ട് കട അടച്ചിട്ടിരിക്കും. ചായക്കടയിൽ നിറയെ പാൻപരാഗിന്റെയും ഹാൻസിന്റെയും കവറുകൾ തൂക്കിയിട്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ഞാൻ ആലോചിച്ചു. ചായക്കടയുടെ തൊട്ടപ്പുറത്ത് ചാർധാം യാത്രയ്ക്ക് വേണ്ടി ബുക്കിംഗ് സ്വീകരിക്കുന്ന ഒരു പ്രൈവറ്റ് ടാക്സി സർവീസാണ്. ഇങ്ങനെയുള്ള ധാരാളം ടൂർ ഓപ്പറേറ്റർമാർ ഹരിദ്വാറിലെ ബസ് സ്റ്റാൻഡിന് അടുത്തുണ്ട്.
റെയിൽവേ സ്റ്റേഷനിലെ പോലെ തന്നെ ബസ് സ്റ്റാൻഡിൽ നിറയെ ആൾക്കാരാണ്. അവരിൽ പലരും നല്ല ഉറക്കത്തിലാണ്. ഈ 3 പേരാണ് എൻ്റെ കൂടെയുള്ള യാത്രക്കാർ. ഇത് പ്രസാദ്, ഇത് ക്രിസ്റ്റോ, ഇത് വിൽസൺ. 3 പേരും ഇങ്ങനെ 4 പേരും ബസ്സിന് വെയിറ്റ് ചെയ്യാണ്. ഇനി 1/2 മണിക്കൂർ സമയമുണ്ട് ബസ്. രാവിലെ 5 മണി ആയപ്പോൾ തന്നെ ബസ്സിന്റെ ഗേറ്റുകൾ ഡ്രൈവർ വന്ന് തുറന്നു തന്നു. ഞങ്ങൾ ഓരോരുത്തരായി അകത്ത് കയറി. ബസ്സിൽ ഏതാണ്ട് പകുതി മാത്രമേ ഇപ്പോഴും ആൾക്കാരുള്ളൂ. ₹640 ഹരിദ്വാറിൽ നിന്നും ഓലിയിലേക്കുള്ള ടിക്കറ്റ് ചാർജ്. ദിവസം 5:30 പുറപ്പെടുന്ന ഈ ഒരേയൊരു ബസ് മാത്രമേ ഹരിദ്വാറിൽ നിന്നും ഓലിയിലേക്കുള്ളൂ. രാവിലെ 5:30 ഹരിദ്വാറിൽ നിന്നും പുറപ്പെടുന്ന ഈ ബസ് ഓലിയിലെത്തുമ്പോഴേക്കും ഏതാണ്ട് 4:30 ആകും. അതായത് ഏതാണ്ട് 11 മണിക്കൂർ ബസ് യാത്രയുണ്ട് ഹരിദ്വാറിൽ നിന്നും ഓലിയിലേക്ക്. നീണ്ട യാത്രയായതുകൊണ്ടാവണം ഡ്രൈവർ വണ്ടിയുടെ ഗ്ലാസുകളൊക്കെ വൃത്തിയാക്കുന്നുണ്ട്. അങ്ങനെ കൃത്യം 5:30 തന്നെ ഓലിയിലേക്കുള്ള ഞങ്ങളുടെ ബസ് യാത്ര തുടങ്ങി. ഹരിദ്വാർ ബസ് സ്റ്റേഷന്റെ പുറത്തും ധാരാളം ബസ്സുകൾ കിടപ്പുണ്ട്. ഇവയും ഉത്തരാഖണ്ഡിലെ വിവിധ ഗ്രാമങ്ങളിലേക്ക് പോകേണ്ട ബസ്സുകളാണ്. പ്രത്യേകിച്ചും ചാർധാമിലേക്ക് പോകുന്ന ധാരാളം ബസ്സുകൾ ഈ റോഡിൽ ഞാൻ കണ്ടു. ബസ് സ്റ്റാൻഡ് വിട്ട് പുറത്തു വന്നപ്പോഴേക്കും ഹരിദ്വാറിനെ തഴുകി ഒഴുകുന്ന ഗംഗയെ ഞങ്ങൾ കാണാൻ തുടങ്ങി. പതിനായിരക്കണക്കിന് ജനങ്ങളാണ് ഓരോ ദിവസവും ഹരിദ്വാറും ഋഷികേശും സന്ദർശിക്കുവാനായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്നത്. ഹരിദ്വാറിൽ നിന്നും ഏതാണ്ട് 300 കിലോമീറ്റർ ദൂരമുണ്ട് ഓലിയിലേക്ക്. ഓലി ഹിമാലയത്തിലെ ഒരു ചെറിയ ഗ്രാമമാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്കീ ലൊക്കേഷൻസുകളിൽ ഒന്നാണ് ഓലി. ഹരിദ്വാറിൽ നിന്നും നമ്മുടെ ബസ് ഋഷികേശിലെത്തിയിരിക്കുകയാണ്. ഹരിദ്വാർ ആത്മീയത കൊണ്ട് നിറഞ്ഞു നിൽക്കുമ്പോൾ ഋഷികേശ് യോഗയ്ക്കും അഡ്വഞ്ചർ സ്പോർട്സിനുമാണ് ഫേമസ് ആയിട്ടുള്ളത്. ഋഷികേശ് എത്തിക്കഴിയുമ്പോഴേക്കും നമുക്ക് അങ്ങ് ദൂരെ ഹിമാലയ സാനുക്കൾ ദൃശ്യമായി തുടങ്ങും. ഹരിദ്വാറിനെ പോലെ തന്നെ തിരക്കുള്ള നഗരമാണ് ഋഷികേശും. ഇവിടെ നമുക്ക് ധാരാളം ഫോറിൻ ടൂറിസ്റ്റുകളെ കാണാൻ കഴിയും. പ്രധാനമായി യോഗ പഠിക്കാൻ വേണ്ടി വരുന്നവരാണ്. അതുപോലെ നോർത്ത് ഇന്ത്യയുടെ പല ഭാഗത്തും അഡ്വഞ്ചർ സ്പോർട്സിന്, പ്രധാനമായിട്ടും റാഫ്റ്റിങ്ങിന് കടന്നു വരുന്ന യുവാക്കളെയും യുവതികളെയും ഒക്കെ നമുക്ക് ഈ നഗരത്തിൽ കാണാം. ഋഷികേശ് കഴിഞ്ഞ് രുദ്രപ്രയാഗും കർണപ്രയാഗും ശ്രീനഗറും ഒക്കെ കഴിഞ്ഞാണ് നമ്മൾ ജോഷിമഠിലെത്തുന്നത്. ജോഷിമഠിൽ നിന്നും പിന്നെയും 15 കിലോമീറ്റർ ദൂരമുണ്ട് ഓലിയിലേക്ക്. രുദ്രപ്രയാഗിനടുത്തുള്ള നീൽകമൽ റെസ്റ്റോറന്റിൽ ഞങ്ങൾ പ്രഭാത ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ഇറങ്ങി.
ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു കഴിഞ്ഞു. പ്രോട്ടീൻ, ദാല്, ചെറിയൊരു ചമ്മന്തി, ദഹി. രുദ്രപ്രയാഗിൽ വെച്ചാണ് ഹിമാലയൻ നദികളായ അളകനന്ദയും ഭാഗീരഥയും ഒന്നിച്ച് ഗംഗയായി മാറുന്നത്. രുദ്രപ്രയാഗിൽ നിന്നും ഏതാണ്ട് 1 മണിക്കൂർ എത്തുമ്പോഴേക്കും ഞങ്ങൾ ശ്രീനഗർ എന്ന ഹിമാലയൻ പട്ടണത്തിലെത്തി. ശ്രീനഗർ കഴിഞ്ഞ് ഞങ്ങൾ കർണപ്രയാഗിലെത്തി. കർണപ്രയാഗിൽ നിന്നും ഏതാണ്ട് 100 കിലോമീറ്റർ ദൂരമുണ്ട് ജോഷിമഠിലേക്ക്. പക്ഷേ ഈ 100 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യാൻ നമുക്ക് 4 മണിക്കൂർ കൂടുതൽ സമയമെടുക്കും. കാരണം ഹിമാലയത്തിലെ വഴികൾ തന്നെ. റോഡിന്റെ ഇരുവശവും ചെറിയ ചെറിയ വ്യാപാര സ്ഥാപനങ്ങളാണ്. ഈ വ്യാപാര സ്ഥാപനങ്ങൾ വെറും ഭംഗിയില്ലാതെ പണിതു വെച്ചവയാണ്. അതുകൊണ്ട് തന്നെ യാത്രയുടെ സൗന്ദര്യം കുറേയേറെ കെടുത്തുന്നുണ്ട്. ചാർധാം യാത്രയിലെ യാത്രക്കാരെ പ്രതീക്ഷിച്ചുള്ള കടകളാണ് കൂടുതലും. യാത്രയിലുടനീളം അളകനന്ദ നദി നമ്മുടെ കൂടെയുണ്ട്. പലപ്പോഴും വളരെ ആഴത്തിലൊഴുകുന്ന നദിയുടെ തീരം ചേർന്നാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ഇത് വല്ലാത്തൊരു ഭീതി നമ്മളിൽ ജനിപ്പിക്കുന്നുണ്ട്. മഴക്കാലം ആരംഭിച്ചത് കൊണ്ടായിരിക്കാം അളകനന്ദ കലിതുള്ളിയാണ് ഒഴുകുന്നത്. അങ്ങകലെ നീലാകാശത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പർവ്വതങ്ങൾ ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക സൗന്ദര്യമാണ്. പലയിടത്തും ഞങ്ങളുടെ ബസ് തിട്ടയോട് വളരെ ചേർന്നാണ് കടന്നു പോകുന്നത്. ഇതൊരു വല്ലാത്ത ഭീതി പിന്നെയും പിന്നെയും ഞങ്ങളിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്രാവശ്യം പലയിടത്തും എന്ന പോലെ ഹിമാലയൻ ഗ്രാമങ്ങളിലും ചൂട് വളരെ കൂടുതലായിരുന്നു. അതുകൊണ്ട് തന്നെ ബസ്സിനുള്ളിൽ താരതമ്യേന നല്ല ചൂടുണ്ട്. നീലാകാശവും ഹിമാലയ പർവ്വതങ്ങളും പർവ്വതങ്ങളുടെ ഇടയിലൂടെ ഒഴുകുന്ന അളകനന്ദ നദിയും എത്ര കണ്ടാലും നമുക്ക് മതിവരികയില്ല. മായപ്പൂർ എന്ന ചെറിയ പട്ടണത്തിലെ ഈ ഹോട്ടലിൽ പല ഭാഷകളിലും ഹോട്ടലിന്റെ പേര് എഴുതി വെച്ചേക്കുന്നത് കണ്ടു. ചാർധാമിലേക്ക് യാത്ര ചെയ്യുന്ന സന്ദർശകരെ ഉദ്ദേശിച്ചാണ് പല ഭാഷകളിലുള്ള ഈ ബോർഡ്. മായാപ്പൂർ പിന്നിട്ട് കുറച്ച് മുന്നോട്ട് ചെന്നപ്പോഴേക്കും നമുക്ക് സ്റ്റെപ്പ് ഫാമിംഗ് നടത്തുന്ന കൃഷിക്കാരെയും അവരുടെ കൃഷിസ്ഥലങ്ങളെയും കാണാൻ കഴിയും.
പർവ്വതങ്ങൾക്ക് അനുയോജ്യമായ ഏറ്റവും നല്ല കൃഷി രീതിയാണല്ലോ സ്റ്റെപ്പ് ഫാമിംഗ്. ഞങ്ങളങ്ങനെ ജോഷിമഠിനോട് അടുക്കാറായി. ആ സമയത്താണ് ഡ്രൈവർ ബസ് നിർത്തി ലഞ്ച് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പുറത്തിറങ്ങിയത്. ഇത്രയും ഉയരത്തിൽ വന്നിട്ടും ഇപ്രാവശ്യം ഇവിടെ നല്ല ചൂടാണ്. സത്യത്തിൽ 30 ഡിഗ്രിക്ക് അടുത്ത് ചൂടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ये सब इधर का है भैया? सब लोकल है, इधर का है? अच्छा, आप घर के लिए लेके आ रहे हैं? आप घर के लिए लेके आ रहे हैं? ये लोकल है, ये लोकल होगा. हाँ. ഞങ്ങളുടെ കൂടെ ബസ്സിൽ വന്ന പെൺകുട്ടി ഇവിടുത്തെ പച്ചക്കറി ഷോപ്പിൽ നിന്നും സാധനങ്ങൾ വാങ്ങിക്കുന്നത് കണ്ടു. ഇതിൽ പല സാധനങ്ങളും ഹിമാലയത്തിലെ ലോക്കൽ പ്രൊഡക്ഷൻ ആണെന്ന് കടക്കാരൻ പറഞ്ഞു. ഉച്ചക്കത്തെ ലഞ്ചിലൂടെ എത്തിക്കുകയാണ്. റൊട്ടിയും കണ്ടില്ലേ, തൈരോടുള്ള കറിയും പരിപ്പും ഒക്കെയാണ്. ചരടിട്ട് കുരുക്കി കെട്ടിയതുപോലെ വളഞ്ഞും പുളഞ്ഞുമുള്ള ഹിമാലയത്തിലെ റോഡുകൾ കാണാൻ നല്ല രസമാണ്. യാത്രയിലിടയ്ക്കൊക്കെ സ്റ്റെപ്പ് ഫാമിംഗ് നടത്തുന്ന കൃഷിഭൂമികൾ വീണ്ടും കണ്ടു തുടങ്ങി. ദാ ഇവിടെ മണ്ണിടിച്ചിൽ മൂലമുണ്ടായ ചെറിയൊരു ട്രാഫിക് ജാം. ഹിമാലയത്തിൽ ഇത് മഴക്കാലത്ത് വളരെ കോമൺ ആണ്. അങ്ങനെ ഏതാണ്ട് 3:30 മണിയായപ്പോൾ ഞങ്ങൾ ജോഷിമഠിലെത്തി. ഇവിടെ നിന്നും ഇടത്തോട്ട് പോകുന്ന വഴി ബദ്രീനാഥിലേക്കും വാലി ഓഫ് ഫ്ലവേഴ്സിലേക്കും പോകുന്ന വഴിയാണ്. ഞങ്ങൾക്ക് പോകേണ്ടത് വലത്തോട്ടാണ്. ഓലി എന്ന ചെറിയ ഗ്രാമം ഇവിടെ നിന്ന് ഏതാണ്ട് 15 കിലോമീറ്റർ ദൂരെയാണ്. അങ്ങനെ ഏതാണ്ട് 11 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ഓലി എന്ന ഗ്രാമത്തിലെ ഇനി 5 ദിവസം താമസിക്കേണ്ട ഹോം സ്റ്റേയിലെത്തി. ഇനിയും വരാൻ പോകുന്ന 5 രാത്രികൾ ഞങ്ങൾ ഇവിടെയാണ് ചിലവഴിക്കുന്നത്. പുറത്ത് ഞങ്ങളെ വെൽക്കം ചെയ്തുകൊണ്ടൊരു പട്ടി കുറയ്ക്കുന്നുണ്ട്. നമസ്തേ. हाँ केरला केरला बहुत दूर എന്ന് പറഞ്ഞ ഇച്ചിരി വിലയുള്ളൂ. കേരളം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മുൾക്കന്തി എന്ന് പറഞ്ഞാൽ അവർക്കൊരു വിലയില്ല. അടിപൊളി. ഇതൊരു അനുഭവമാണ്. So गणेश कैसे आप? सही है, सही है. हाँ सही. आप वही बस में आ गया. सही है. ഗണേശാണ് ഈ ഹോം സ്റ്റേയുടെ ഉടമസ്ഥൻ. 4 മുറികളുള്ള ചെറിയൊരു ഹോം സ്റ്റേ. 1100 രൂപയാണ് ഒരു ദിവസത്തെ വാടക. 6 കിലോമീറ്റർ മുകളിലോട്ട് ഓലിയിലെ ഒരു ചെറിയ ഹോം സ്റ്റേ താമസിക്കുകയാണ്. താഴോട്ട് നോക്കിയാൽ ഇങ്ങനെ ഈ മിലിറ്ററിയുടെ സെറ്റിൽമെന്റ് ഒക്കെ കാണാം.
ആ ഭാഗത്ത് ഉള്ളിലോട്ട് പോകുന്ന ഇതാണ് കേബിൾ കാറാണ്. പക്ഷെ അതിപ്പം പ്രവർത്തിക്കുന്നില്ല. കഴിഞ്ഞ വർഷം ഭൂമി ഇരുന്നത് കൊണ്ട് അതിൻ്റെ സ്ഥാനമൊക്കെ തെറ്റി, അതുകൊണ്ട് അതിപ്പം പ്രവർത്തിക്കുന്നില്ല. അപ്പം ഞങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു ദിവസം നടന്ന് നമ്മൾ ഉള്ളിയുടെ മണ്ടയ്ക്കോട്ട് പോകും അല്ലേ, ഉള്ളിയുടെ മണ്ടയ്ക്കോട്ട് പോകണം. ഞങ്ങളിങ്ങനെ കയറുന്നുണ്ട്. ഈ കാണുന്ന മഞ്ഞ്, ഈ മലകൾ മൊത്തം മഞ്ഞ് കൂടുന്ന സമയം ആണ് ഒരു നവംബർ തൊട്ട് മാർച്ച് ഏപ്രിൽ വരെ. ഇപ്പം മഞ്ഞ് ഉരിക്കുന്ന സമയമാണ്. ഇനി മഴ തുടങ്ങും. അപ്പം മഴ കഴിഞ്ഞിട്ട് അടുത്ത സീസണിൽ പിന്നെയും മഞ്ഞ്, അതൊരു ഒക്ടോബർ നവംബർ ആകുമ്പോഴത്തേക്കും മഞ്ഞിങ്ങനെ ഫോം ആകും. ഈ മലയുടെ കുറച്ച് ഭാഗത്തിൽ പോയാൽ നമ്മൾ ചൈനയിലോട്ടാണ് പോകുന്നത്. ചൈന അടുത്താണ്, അതുകൊണ്ട് ഒരുപാട് മിലിറ്ററി പ്രസൻസ് ഉണ്ട് ഈ ഭാഗത്തൊക്കെ. ഈ ഹോം സ്റ്റേയിൽ ചെറിയൊരു ബേസിക് ഹോം സ്റ്റേ ആണ്. 2 മുറികൾ താഴെയും 2 മുറികൾ മണ്ടയ്ക്കയും ഉണ്ട്. ഞങ്ങൾ മുകളിലത്തെ 2 മുറികളിലാണ് താമസിക്കുന്നത്. ഒന്നൊരു വ്യൂ കിട്ടും, വളരെ പീസ്ഫുൾ ആയിട്ടൊരു സ്ഥലം. കണ്ടില്ലേ, ഈ നിൽക്കുന്ന വൃക്ഷങ്ങളിൽ പലതും ഈ ആഡു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുന്ന പീച്ച് പോലുള്ള ചെറിയ ചെറിയ ഫ്രൂട്ട്സൊക്കെ കിട്ടുന്ന മരങ്ങളാണ്. ഇവിടെ ആപ്പിൾ കൃഷിയില്ല. ആപ്പിൾ കൃഷിക്ക് ഈ മണ്ണ് അത്ര സ്യൂട്ടബിൾ അല്ല. മെയിനായിട്ട് ഹിമാചൽ പ്രദേശിലും മറ്റുമാണ് ആപ്പിൾ ഉള്ളത്. പക്ഷേ ഇവിടെ ഈ പീച്ചും അങ്ങനെയുള്ള ഫുഡൊക്കെയാണ് ധാരാളം ഉള്ളത്. ഇപ്പോൾ താഴെ നനയ്ക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. അതിൻ്റെ കൃഷിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വെള്ളം മണ്ടയ്ക്കുള്ള മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ്, ഐസ് ഉരുകി വരുന്ന വെള്ളമാണ് കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മുടെ വീട്ടിലാവശ്യത്തിനും ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. വളരെ ശുദ്ധമായ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. കണ്ടില്ലേ, ഞങ്ങൾ വളരെ ഉയരത്തിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. കുറച്ച് ഞങ്ങളപ്പോൾ ഒരു കോഫി കുടിക്കാൻ പോവാണ്. ഇവിടെ നല്ല തണുത്ത കാറ്റടിക്കുന്നു. ഡൽഹിയിൽ ഭയങ്കര ചൂടിന്ന് പോകുന്നപ്പം 45-46 ഡിഗ്രി ചൂടിനായിട്ട് 12 ഡിഗ്രിയിലോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. പ്രസാദ് അങ്ങനെ കോഫി ഉണ്ടാക്കാൻ പോവാണ്. കോഫി ഈസ് ഗെറ്റിംഗ് റെഡി. ഓലിയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളുമായി അടുത്ത ദിവസങ്ങളിൽ ഞാൻ കടന്നു വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.